ഹൈ വോൾട്ടേജ് ബാറ്ററിയുടെ ചാർജിങ് നമുക്ക് ചാർജിങ് സമയത്ത് തന്നെ ഹോട്ടലിൻ്റെ EV ഡയഗ്നോസ് ടൂൾ ഉപയോഗിച്ച് നമുക്കിത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം. ഇത് നമുക്കിപ്പം ബാറ്ററി പാക്ക് വരുന്നത് 365 വോൾട്ട് നോമിനൽ, പിന്നെ 37 ആംപിയർ അവർ ആണ് അതിൻ്റെ കപ്പാസിറ്റി. വെയിറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സെല്ലിൻ്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ചാർജ് 5% ഉള്ളതുണ്ടോ, ഹെൽത്ത് ഓക്കെയാണ്. ഇത് കാരണം BMS ബാറ്ററി മോണിറ്ററിംഗ് സിസ്റ്റം കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോൾട്ടേജ് കാണിക്കുന്നത്. 365 വോൾട്ട് മാത്രമേ ഉള്ളൂ. ഇത് ബാറ്ററി ഡിഫറൻസ് ആണ് 10 മില്ലി വോൾട്ട്. ഇത് ടെമ്പറേച്ചറാണ്, ഓരോ മൊഡ്യൂളിൻ്റെയും ടെമ്പറേച്ചറാണ് കേട്ടോ. ഇവ ഇത്തിരി കൂടുതലായിരിക്കുന്നത് 20 വോൾട്ട്, പക്ഷേ ഇത് ഓക്കെയാണ് 20 ഡിഗ്രീസ്. പിന്നെ ബാക്കി നമുക്ക് ടെമ്പറേച്ചർ ഓക്കെയാണ്. നമ്മൾ ഇവിടെ റിലേ ബോക്സ് ഉണ്ടാകുന്നു. ഇപ്പോൾ ഫ്യൂസ് ഉണ്ട്, ഫ്യൂസുകളാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയുടെ പ്ലസും ബാറ്ററിയുടെ മൈനസും ലിഥിയം ബാറ്ററി ഇങ്ങനെ ചാർജ് ചെയ്യണത്. നമുക്ക് കണക്ഷൻ വന്നത് BMS വഴി BMS വഴി നമ്മൾ ഹോട്ടൽ കണക്ട് ചെയ്ത്, ഇതാണ് EVയുടെ ടൂള് ഫോർ കണക്ഷൻ. ഇത് നോർമൽ ടൂള്, നമ്മളെ ഡയഗ്നോസിസ് ടൂള്. ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്തിട്ട് ചാർജറും അതായത് ഹോട്ടലിൻ്റെ ചാർജറും ഉൾപ്പെടെ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടി വരും. എവിടെ കൊടുത്തിരിക്കുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ചാർജിന് ഇട്ടിരിക്കുന്നത്. ഈ മെത്തേഡ് വഴി നമുക്ക് കാരണം എല്ലാ ടൈമിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കുറച്ച് സേഫാണ് കാര്യങ്ങൾ. ഓക്കെ.